നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ സൗകര്യങ്ങൾ അപര്യാപ്തമാണ് എന്ന് നമുക്ക് തോന്നാം. ചിലപ്പോൾ മുറികളുടെ എണ്ണം അതല്ലെങ്കിൽ ഉള്ള മുറികളുടെ വലിപ്പം കൂട്ടണമെന്ന് തോന്നാം. അതല്ലെങ്കിൽ മറ്റു ചിലർക്ക് വീടിൻ്റെ ഒരു പഴഞ്ചൻ ലുക്ക് മാറ്റി ഒരു പുതിയ ലുക്ക് കൊണ്ടുവരണം എന്ന് തോന്നാം. അതേസമയം ഇതെല്ലാം മാറ്റാൻ ഒരു പുതിയ വീട് നിർമ്മിക്കുക എന്ന ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനൊരു വിമുഖത ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ താമസിച്ചു വരുന്ന വീടിനോട് ഒരു വൈകാരികമായ ഒരു ബന്ധം നിലനിർത്തുന്നവരായിരിക്കാം ചിലർ. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അനുവർത്തിക്കുന്ന ഒരു രീതിയാണ് നിലവിലെ വീട് പൊളിച്ച് പണിയുക എന്നുള്ളത്. പുതുക്കി പണിയാൻ തയ്യാറെടുക്കുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോഴുള്ളതും അതല്ലെങ്കിൽ ഭാവിയിലേക്ക് വരാവുന്നതുമായ ആവശ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ വീടിൽ വരുത്തണം എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേജ്. നമ്മുടെ ഇപ്പോഴത്തെ വീടിനെ തന്നെ ശരിയായി ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഈ വീട് ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയതാവാം, അതല്ലെങ്കിൽ നിങ്ങൾ പണിയിച്ചതാവാം. അപ്പോൾ ആ വീടിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെ ചെയ്തിരിക്കുന്നു, ചുമര് എന്ത് വെച്ച് കെട്ടിയിരിക്കുന്നു, നിങ്ങളുടെ റൂഫ് എന്ത് വെച്ച് ചെയ്തിരിക്കുന്നു, ആ മെറ്റീരിയലുകൾ, അതിൻ്റെ നിർമ്മാണ രീതി എന്നിവയെല്ലാം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, അതിൻ്റെ ഭൂമി എത്രത്തോളം ഉറപ്പുള്ളതാണ്, ആ ഭൂമിയുടെ ഏതെങ്കിലും ഭാഗം നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം ആ വീടിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ചുമരുകൾ, റൂഫ് എന്നിവയ്ക്ക് എന്തെങ്കിലും ഈ കാലപ്പഴക്കം മൂലം ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ വീടിന് ഇപ്പോൾ ഒരു 15 വർഷം പഴക്കമുണ്ടെങ്കിൽ ഈ പുനർനിർമ്മാണം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 15 വർഷം കൂടി അല്ലെങ്കിൽ ഒരു 20 വർഷം കൂടി ആ വീട് നിലനിൽക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ വീടിന് ബലക്ഷയം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരിചയസമ്പന്നനായ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സേവനം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ശേഖരിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഏതെല്ലാം മുറികൾ പുതുക്കി പണിയണം, ഏതെല്ലാം മുറികൾ വലുതാക്കണം, ഈ മുറികൾ തന്നെ തറനിരപ്പിൽ പണിയണോ അതല്ലെങ്കിൽ മുകളിലത്തെ നിലയിൽ പണിയണോ എന്നെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. വിദഗ്ധനായ ഒരു ആർക്കിടെക്റ്റിൻ്റെയോ അതല്ലെങ്കിൽ മറ്റു ഡിസൈനേഴ്സിൻ്റെയോ സേവനം ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് തേടാവുന്നതാണ്. അടുത്തതായി പുതുക്കി പണിയുക എന്നുള്ള ഒരു ജോലി വ്യക്തമായ ഒരു ആസൂത്രണത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. പണി പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം, പണി നടക്കുന്ന സമയത്തെ കാലാവസ്ഥ, ഇതെല്ലാം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ വീടിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെ താമസിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ദൈനംദിന പരിപാടികൾ എങ്ങനെ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നെല്ലാം ആലോചിക്കേണ്ടതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ വീടിൻ്റെ ചില ഭാഗങ്ങൾ പൊളിക്കുമ്പോൾ കിട്ടുന്ന മെറ്റീരിയൽസ്, അത് ബ്രിക്കോ അതല്ലെങ്കിൽ ലാട്രൈറ്റോ അതല്ലെങ്കിൽ ജനൽ, വാതിൽ എന്തോ ആവട്ടെ, അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് പുനരുപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ റീയൂസ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ചെലവിലേക്ക് വരുന്ന ഒരു തുക നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നിങ്ങൾ പുതുക്കി പണിയുവാൻ ചിലവാക്കുന്ന തുകയുടെ കൂടെ ഒരു 40 മുതൽ 50% തുക കൂടി കൂട്ടിയാൽ ഇതേ ഏരിയയിലുള്ള ഒരു വീട് നിങ്ങൾക്ക് പുതുതായിട്ട് പണിയാൻ പറ്റും എന്നുണ്ടെങ്കിൽ പുതുക്കി പണിയുക എന്നുള്ളതിനേക്കാൾ എല്ലായ്പ്പോഴും നല്ലത് ഒരു പുതിയ വീട് പണിയുക എന്നുള്ളത് തന്നെയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വീട് പുതുക്കി പണിയുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫലവും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തുകയ്ക്കുള്ളിൽ തന്നെ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.